ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് CH മുഹമ്മദ് കോയ ക്വിസ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല. സുസു എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ജലജീവി ഏതാണ്? ഉത്തരം ഗംഗാ ഡോൾഫിൻ ആണ് സുസു എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ജലജീവി. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം KR നാരായണനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഉള്ളത് ഏത് രാജ്യത്താണ്? ഉത്തരം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. നിലവിലെ കർണാടക മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ശ്രീ സിദ്ധരാമയ്യയാണ് നിലവിലെ കർണാടക മുഖ്യമന്ത്രി. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ധനഞ്ജയ Y ചന്ദ്രചൂഡ്. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം. തൊഴിലാളി വർഗത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ദാസ് ക്യാപിറ്റൽ ആണ് തൊഴിലാളി വർഗത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഉത്തരം തെലങ്കാനയാണ് ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം. വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കൃതിയാണ് വിങ്സ് ഓഫ് ഫയർ. ആർക്കാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം G ശങ്കരക്കുറുപ്പിനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. LPGയിലെ പ്രധാന ഘടകം എന്താണ്? ഉത്തരം ബ്യൂട്ടേൻ ആണ് LPGയിലെ പ്രധാന ഘടകം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി 2023 അന്തരിച്ചു. കേരളത്തിൽ നിന്നുള്ള ആ വ്യക്തി ആരാണ്? ഉത്തരം സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്നത് ഫാത്തിമ ബീവി. ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഏത് നിറമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം മഞ്ഞ നിറമാണ് ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ലീലാവതി എന്ന ഗണിത ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ലീലാവതി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യരുടെ ഗ്രന്ഥമാണ് ലീലാവതി. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഈ വർഷത്തെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ വർഷത്തെ കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഓക്സാലിക് ആസിഡ് ആണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്. പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാൻ ആരാണ്? ഉത്തരം അയ്യങ്കാളിയാണ് പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാൻ. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 12-നാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊണ്ടോട്ടി. സരസകവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മൂലൂർ പത്മനാഭ പണിക്കരാണ് സരസകവി എന്ന് അറിയപ്പെടുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം ആദം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്.
രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? ഉത്തരം നീലക്കുയിലാണ് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഏത് കവിയാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ജൈവ കൃഷിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന ഗ്രന്ഥമാണ് ജൈവ കൃഷിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. മിശ്രഭോജനം നടത്തി പ്രശസ്തി നേടിയ മലയാളി ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. 500 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ഉത്തരം ചെങ്കോട്ടയുടെ ചിത്രമാണ് 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം. ലോക ഹൃദയ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 29-നാണ് ലോക ഹൃദയ ദിനം. ശബരിമലയിലെ യുവതീ പ്രവേശനം വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് ദീപക് മിശ്രയാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് ഒരു തിരുവിതാംകൂർ രാജാവാണ്. ആരാണത്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ചത്. ഏത് വർഷമാണ് ഹിന്ദിയെ ഇന്ത്യയുടെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചത്? ഉത്തരം 1949-ലാണ് ഹിന്ദിയെ ഇന്ത്യയുടെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ആണ് മാനവരാശിയുടെ ഭവനമെന്ന് അറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഉത്തരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് തിമിരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 15-നാണ് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഹിന്ദി ദിവസ് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14-നാണ് ഹിന്ദി ദിവസ്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.